ഇന്നത്തെ വീഡിയോ മക്കളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മക്കൾക്കുള്ള വീഡിയോ കേട്ടോ. പല കുടുംബങ്ങളിലും ഉണ്ടല്ലോ, മാതാപിതാക്കൾ വീടുകളിൽ തന്നെ കഴിയുന്ന ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലേ. ഇഷ്ടംപോലെയുണ്ട്. അത് കൂടി കൂടി വരികയല്ലാണ്ട് കുറയുന്നു ഒന്നുമില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ പല മക്കളും വിദേശങ്ങളിലോ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പം ആദ്യകാലങ്ങളിൽ മാതാപിതാക്കൾ അഭിമാനിക്കും, മക്കൾ വിദേശത്താണ് എന്നൊക്കെ പറഞ്ഞു. പൈസ ഉണ്ടാക്കാൻ പോയതാണല്ലോ, പഠിക്കാൻ പോയതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനിക്കും. കുറേ കഴിയുമ്പോൾ ഈ മക്കൾ നാട്ടിലേക്ക് പോലും തിരിച്ചു വരാതെയാകും. ആകെ മൊത്തം വല്ലപ്പോഴും ഒന്ന് വിളിച്ചെങ്കിലായി, ഇല്ലെങ്കിൽ അതുമില്ല. ഗൂഗിൾ പേ ചെയ്ത് പൈസ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏതൊക്കെയാണോ മാർഗ്ഗങ്ങൾ എനിക്കറിയില്ല, ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ പൈസ ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കും. അതെങ്ങനെയെങ്കിലും ആരെയൊക്കെ ഉണ്ടെങ്കിലും ഇവർ എടുപ്പിച്ച് അവരങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് മാതാപിതാക്കളിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവരങ്ങ് കഴിഞ്ഞു പോയിക്കോളും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മക്കൾ പറയും, ആ രാജ്യത്ത് പോയി, വേറെ രാജ്യത്ത് പോയി, ന്യൂയോർക്കിൽ പോയി, അമേരിക്കയിൽ പോയി, അല്ലെങ്കിൽ എന്നതാ കാനഡയിൽ പോയി, ജപ്പാനിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മക്കൾ വീഡിയോകൾ ഇടുന്നു. അവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് വല്ലവരും പറഞ്ഞറിയുന്നു. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേനും മാതാപിതാക്കൾ അഭിമാനിക്കും. ഓ, എൻ്റെ മക്കൾ അതിലെല്ലാം പോയല്ലോ, ഓരോ രാജ്യങ്ങളൊക്കെ പോയി കണ്ടല്ലോ എന്നോർക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും, ഈ മക്കൾ സ്വന്തം വീട് മറന്നുപോയോ, വീട്ടിലേക്കുള്ള വഴി മറന്നുപോയോ. ഇത്രയും രാജ്യങ്ങൾ കാണാനുള്ള കഴിവ് മക്കൾക്കുണ്ടായി, പക്ഷേ സ്വന്തം വീടിരിക്കുന്ന എവിടെയാണെന്ന് ഇവർ മറന്നുപോയോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. കാരണം വർഷങ്ങൾ കഴിഞ്ഞാലും 5, 6, 7 വർഷങ്ങൾ കഴിഞ്ഞാലും ഈ മക്കൾ തിരിച്ചു വന്ന് ഈ പ്രായമായ അപ്പനെയും അമ്മേനെയും ഒന്ന് കണ്ടേക്കാം എന്ന് വെക്കില്ല. അവിടെ കൂടി അവർ വേറുള്ള രാജ്യങ്ങളിൽ സുഹൃത്തുക്കളുടെ അടുത്തുമൊക്കെ വീമ്പിളക്കി, ഞാൻ ഈ രാജ്യത്ത് പോയി, സിംഗപ്പൂർ പോയി, മലേഷ്യ പോയി എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി ഇങ്ങനെ നടക്കും. സ്വന്തം മാതാപിതാക്കൾ കാടും കയറിയ ഒരു വീടിനകത്ത് എഴുന്നേൽക്കാനും പറ്റില്ലാതെ, പരസഹായമില്ലാതെ ഒന്ന് നിവർന്നു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും എത്തിക്കാണും. അവരെ ഒന്ന് വിളിക്കാൻ പോലും ചിലപ്പോൾ മനസ്സ് വെച്ചു എന്ന് വരില്ല. ഇങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാവോ. ഇനി 100 വയസ്സിനോടടുക്കുമ്പോൾ ഒരു ഈർക്കിളിക്കോല് പോലെ കിടക്കുന്ന മാതാപിതാക്കളും ഇഷ്ടം പോലെയുണ്ട്. അവരെ പോലും ഒരു ബിസ്ക്കറ്റ് പോലും ഇറക്കാനുള്ള ആരോഗ്യമില്ലാതെ കിടക്കുന്ന എത്രയോ അമ്മമാരും അച്ഛന്മാരും ഉണ്ടെന്നറിയാവോ. അവർ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തിൽ പോലും ഒന്ന് പങ്കെടുക്കാൻ പല മക്കൾക്കും സാധിക്കുകയില്ല. കാരണമുണ്ട്, അവർക്കവിടെ ജോലിയാണ്, അവർക്ക് വന്നെങ്കിൽ ഒത്തിരി പൈസയാകും. അതുകൊണ്ട് അവർ വേണ്ട എന്ന് വെക്കുകയും ചെയ്യും. കാരണം ഈ മാതാപിതാക്കളെ കാണേണ്ട അത്രയൊക്കെ ഉള്ളൂന്നേ അവരങ്ങ് ചിന്തിക്കും. അവർ മരിച്ചു കഴിഞ്ഞാലോ ആർക്കെങ്കിലും ഒരു വിഷമമുണ്ടോ? ഇല്ല. കാരണം അവരൊരു ബാധ്യതയായിട്ടിരിക്കുന്ന സമയമായിരുന്നു, ഇല്ലേ? മാതാപിതാക്കൾ ബാധ്യതയായിട്ടിരിക്കുന്ന സമയമല്ലേ. ഓ, മരിച്ചത് നന്നായി, കുറച്ച് നാൾ മുമ്പേ മരിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കും വരും. പിന്നെ കൂടി വന്നാൽ ഒരു എന്നാ പറയണേ, ഇപ്പം ഓൺലൈനായിട്ടല്ലല്ലോ ശവാടക്കൊക്കെ കൂടുന്നത്, അതുപോലെ ഒന്ന് കണ്ടെങ്കിലായി, ഇല്ലേ? അതുമാത്രം. അത് ജോലി സ്ഥലത്തൊക്കെ ഇരുന്ന് കാണുന്ന എത്രയോ പേരുണ്ട്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കും, അതിനിടയ്ക്ക് അച്ഛൻ്റെ അമ്മയുടെ ശവാടൊക്കെ ഒന്ന് കൂടുകയും ചെയ്യും. അത്രമാത്രം. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ സ്വത്തുക്കൾ വേണമായിരുന്നു, അവരെ വിദേശത്തിന് എത്തിക്കാൻ ഈ മാതാപിതാക്കൾ വേണമായിരുന്നു, ഇല്ലേ? പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കാൻ ഇവർ വേണമായിരുന്നു, എല്ലാത്തിനും വേണമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവരൊരു ബാധ്യതയായിത്തീരുന്ന അവസ്ഥയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളോർക്കും എല്ലായിടത്തും ഒന്നുമില്ലയെന്ന്. എല്ലായിടത്തും ഇല്ല, കുറച്ചിടത്തുണ്ട്. കുറച്ചിടത്ത് മാതാപിതാക്കൾ അവർ കൊണ്ടുപോകുന്നുമുണ്ട്. അത് കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് അങ്ങനെ അങ്ങ് പോകും. നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ, മുത്തന്തയ്ക്ക് വെച്ചത് തന്തയ്ക്കും വെച്ചിട്ടുണ്ടെന്ന് ഒരു കൊച്ചു പറഞ്ഞത്. അതായത് പ്രായമായ അച്ഛനും അമ്മയും ഉള്ള ഒരു വീട്ടിൽ, മുത്തച്ഛനും മുത്തശ്ശിയുള്ള ഒരു വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ ചട്ടിക്കകത്തായിരുന്നു ഭക്ഷണം അച്ഛനും അമ്മയ്ക്കും കൊടുത്തുകൊണ്ടിരുന്നത്. ചട്ടിക്കകത്ത്. അപ്പോൾ അതെവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് എടുത്ത് കഴിച്ചോളാൻ പറയും. അമ്മ അമ്മയുടെ വഴിക്ക് പോവും, അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് പോവും. ആ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്നത് കഴിക്കും. അങ്ങനെ കുറേ കാലം ഇങ്ങനെ ചട്ടിക്കകത്ത ഭക്ഷണം പട്ടിയും തിന്നും, പൂച്ചയും തിന്നും, മുത്തശ്ശനും തിന്നും, മുത്തശ്ശിയും തിന്നും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. കുട്ടി ഇത് കണ്ടുകൊണ്ടാണ് വളർന്നു വന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഈ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പം ഈ ചട്ടിയെടുത്ത് തല്ലി പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചപ്പം കൊച്ചി ചട്ടി എടുത്തുകൊണ്ട് വന്ന് കഴുകി അലമാരിക്കകത്ത് വെച്ചിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പം അമ്മ ഈ അലമാരി അടുക്കാൻ ചെന്നപ്പം ഈ ചട്ടി ഇരിക്കുന്നത് കണ്ടപ്പം അവനോട് ചോദിച്ചു, ഇതെന്താ ഈ ചട്ടി ഇത് വെച്ചേക്കണേ, ഇത് മുത്തശ്ശനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചട്ടിയാണല്ലോ എന്ന് പറയുമ്പോൾ മകൻ പറഞ്ഞു, മുത്തശ്ശനും വെച്ചിരുന്ന ചട്ടി എൻ്റെ അച്ഛനും വെച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്, നിങ്ങൾക്കും വേണ്ട ഒരു ചട്ടി എന്നിങ്ങനെ ചോദിച്ചു എന്ന് പറയണേ. അപ്പം നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ മക്കൾ കാണിക്കുന്നത്. നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എന്താണോ കാണിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ മക്കളും കാണിക്കുന്നത്, ഇല്ലേ? അപ്പം നമ്മുടെ ചട്ടിയൊക്കെ പഴുത്ത പ്ലാവില പോകുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ
നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഈർക്കിളിക്കോലായിട്ട് കട്ടിലേ കിടക്കേണ്ട അവസ്ഥയും വരും. ഭക്ഷണം പോലും ഇറങ്ങാതെ ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ അതുപോലും നഷ്ടമാണെന്ന് വിചാരിച്ച് വളർക്കുന്ന ജീവിക്കുന്ന എത്രയോ മക്കളുണ്ടെന്നറിയാമോ, എത്രയോ വീടുകളിലുണ്ടെന്നറിയാമോ. ഇല്ല എന്നൊന്നും പറയണ്ട, ഒത്തിരി വീടുകളിലുണ്ട്. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ, ഒരു മരുന്ന് മേടിക്കുമോ ഒന്നും ചെയ്യാതെ മാതാപിതാക്കളെ ഇട്ടേക്കുന്നത് അവരുടെ സ്വത്തുക്കൾ ഉപയോഗിക്കാൻ അവർക്ക് നല്ല വശമാണ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെയുണ്ട്. അപ്പം പിന്നെ വന്നാലോ, വിദേശത്തുനിന്ന് വന്നാലോ, കുറേ നാൾ കഴിയുമ്പോൾ ഇവർ വരും വിദേശത്ത് വന്ന് ഒന്നെങ്കിൽ ഒരു ശവകുടീരം ആർഭാടമായിട്ടുണ്ടാക്കി വയ്ക്കും, അല്ലെങ്കിൽ അച്ഛൻ ഇതിലെ നടന്നത്, അമ്മ ഇതിലെ നടന്നത്, എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പൊക്കിയടിച്ച് മക്കളെക്കുറിച്ച് പറയും, അച്ഛനെ അമ്മേനെക്കുറിച്ച് പറയുകയും ചെയ്യും. കൊച്ചുമക്കളുണ്ട് അവരോടും പറയും എന്നെ ഇങ്ങനെ കയ്യെ പിടിച്ച് നടന്നിട്ടുണ്ടെന്ന്. അതിൻ്റെ വല്ല കാര്യമുണ്ടോ? നമുക്ക് ഉള്ള സമയത്ത് നമ്മൾ ചെയ്യാനുള്ള കടമകൾ നമ്മൾ നിർവഹിക്കുക, അത് കൃത്യമായിട്ട് ചെയ്യുക. അല്ലാതെ പിന്നീട് നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ ചെയ്തേക്കുക. അത് നമ്മുടെ മാതാപിതാക്കളോട്. എല്ലാ മാതാപിതാക്കളും സ്നേഹമുള്ളവരൊന്നും ആയിരുന്നില്ലായിരിക്കും. അവരുടെ സാഹചര്യം കൊണ്ടും ചിലർ ദേഷ്യവും വെറുപ്പും മക്കളോട് കാണിക്കുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷേ ഒട്ടുമിക്ക മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവർ കഷ്ടപ്പെട്ടത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കൂലിപ്പണി ചെയ്തു വരെയും എന്നു പറയുന്നത് കഷ്ടപ്പെട്ട് വളർത്തി എത്രയോ മാതാപിതാക്കൾ ചായക്കടയിൽ പണിക്ക് പോയും ഒക്കെ വളർത്തിയുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മളെ മക്കളെ ഇങ്ങനെ എത്തിച്ചത് അവരാണ് എന്ന് ചിന്തിച്ച്, നമ്മളെ ഇങ്ങനെ എത്തിക്കുന്നത് ആ കാരണവന്മാരാണ് എന്ന് ചിന്തിച്ച് അവരെ നോക്കാൻ ഒരു മനസ്സ്. നമ്മുടെ വീട്ടിലേക്കുള്ള വഴികൾ മറന്നു പോകാതിരിക്കുക. ഗൂഗിൾ മാപ്പ് ചോദിച്ച് വീട്ടിലേക്ക് വരാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. വീട്ടിൽ വരുമ്പോൾ നാട് മൊത്തം മാറിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. അതാണ് വേണ്ടത്. അപ്പം എപ്പോഴെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു 5 ദിവസം വന്ന്, ഒത്തിരിയൊന്നും വേണ്ടെന്നേ, ഒന്ന് കണ്ടിട്ട് പോവുക. അത്രമാത്രം. നമ്മുടെ കൊച്ചുമക്കളോട് പറയാൻ നമ്മുടെ അച്ഛനും അമ്മ ഇതാണ് എന്ന് പറയാൻ. അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ടവരില്ലേ? ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കണേ അത്രയും ഇത് വരില്ലല്ലോ ഫോട്ടോ കാണിക്കുമ്പോൾ. അപ്പം അതൊന്ന് ചെയ്യുക. അപ്പം ഞാൻ ഒത്തിരി മരണങ്ങളിങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം നമുക്ക് എപ്പോഴും ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. മാതാപിതാക്കൾ താമസിക്കുന്ന വീടിൻ്റെ വാതിലുകൾ മിക്കതും തുറന്നിട്ടേക്കും. കാരണം അവർക്ക് വാതിലിൻ്റെ കുറ്റികൾ തുറക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ഓടി വന്ന് ഒന്ന് രക്ഷപ്പെടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണേലും വീട്ടിലകത്തേക്ക് കയറി വരാൻ പാകത്തിനാണ് മിക്ക വീടുകളുടെയും വാതിലുകൾ തുറന്നിട്ട്. എനിക്കറിയാവുന്ന ഒത്തിരി വീടുകളുണ്ട്. എഴുന്നേറ്റ് വന്ന് വാതിൽ തുറക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് വാതിൽ തുറന്നിടുന്ന മാതാപിതാക്കൾ, നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് കിടന്നുറങ്ങുന്ന മാതാപിതാക്കൾ. എന്താണെന്നറിയാവോ, ഏത് സമയത്തും മരണം വന്ന് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കിടന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാത്രിയിൽ നല്ല ഷർട്ടും നല്ല പാൻറ്റും അല്ലെങ്കിൽ നല്ല മുണ്ടും ഒക്കെ എടുത്തെടുത്ത് ഇരിക്കുന്ന മാതാപിതാക്കൾ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, എന്ത് ദുഃഖകരമായ ഒരവസ്ഥയാണ്. അപ്പം ഇങ്ങനെയുള്ളവരും ഉണ്ട്. തന്നെ ജീവിക്കുന്ന ഓരോ ഇടിവെട്ടുമ്പോഴും ഓരോ പെരുത്ത മഴ പെയ്യുമ്പോഴും പേടിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് അവരതും സഹിക്കും ഇല്ലേ? ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളും ഈ വാർദ്ധക്യത്തിലേക്കാണ് വരുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഓരോ മക്കളും ഇതേ അവസ്ഥയിലേക്ക് തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് ആരും നേരിട്ട് വന്നുവെച്ചാൽ എന്നും 27 വയസ്സിലും 25 വയസ്സിലും ഇരിക്കുമെന്ന് ഓർത്തുകൊണ്ടാൽ ആരും ഇരിക്കണ്ട. എല്ലാവരും കളവന്മാരും കളവികളും ആയിട്ട് തന്നെ തീരുള്ളൂ ഇല്ലേ? അത് ചിലർ നേരത്തെ പോവും, ചിലർ ഇച്ചിരി താമസിച്ച് പോവും, അത്രമാത്രം. അതായത് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട്, ഓരോ ജീനുകളുടെ പ്രത്യേകത കൊണ്ട് ചിലർ കുറച്ച് കാലവും കൂടി ഇരിക്കും, ചിലർ നേരത്തെ തന്നെ ഈ നാട്ടിൽ നിന്ന് പോകും. ടെൻഷൻ കൂടുന്നവർ പെട്ടെന്ന് പോയിക്കോളും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ മാതാപിതാക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഒന്ന് പോയി കാണുക, അത്രമാത്രം. ഓണം, വിഷു അല്ലെങ്കിൽ ക്രിസ്മസ്, ഈസ്റ്റർ ഒന്ന് പോയി കണ്ടേക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് മക്കളോട് പറയാനുള്ളത്, എവിടെയെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ ഏത് വിദേശത്താണെങ്കിലും ഒരിക്കൽ വന്ന് ഒന്ന് വിളിക്കാനെങ്കിലും ഒരു മനസ്സ്. എത്രയോ കുടുംബങ്ങളിലുണ്ടെന്നറിയാവോ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അച്ഛനമ്മമാർ. അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കില്ല. അത് ജോലി സമയമാണോ ഏതാണോ അവരുടെ സമയമെന്നറിയാൻ മേലാതിരിക്കും. ഇങ്ങോട്ട് വിളിക്കുന്നതും പ്രതീക്ഷിച്ചിരുന്ന് ഇങ്ങോട്ട് വിളിക്കില്ല. ഏതെങ്കിലും ഒരു സമയത്ത് വിളിച്ചാൽ പറയും തിരക്കായിരുന്നു, എനിക്ക് വിളിക്കാൻ പറ്റിയില്ല എന്ന് പറയും. വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും അയ്യോ വന്നാൽ ശരിയാവില്ല, അവിടെ വന്നിട്ട് മക്കൾക്ക് ബുദ്ധിമുട്ടാണ്, അവിടുത്തെ കാലാവസ്ഥ മക്കൾക്ക് പിടിക്കില്ല, ഭാര്യയ്ക്ക് പിടിക്കില്ല എന്നിങ്ങനെ പറയണ മക്കൾ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തൊരവസ്ഥയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയത് എന്താണോ അത് ചെയ്യുക. അല്ലാതെ ഓൺലൈനായിട്ട് ശവാടക്ക് കൂടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. നമ്മൾ ഒത്തിരി രാജ്യങ്ങൾ കണ്ടു, നമ്മൾ ലോകത്തിൻ്റെ 28 രാജ്യങ്ങളിൽ ഞാൻ പോയി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ പോകണമെങ്കിൽ ആ പോകാനുള്ള കാരണക്കാരാരാണ്? നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് അല്ലേ? അല്ലാണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? അപൂർവം പേര് കാണുള്ളൂ.
അധികവും മാതാപിതാക്കളുടെ സ്വത്തുക്കളും വിറ്റും അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊണ്ടും ആണ് അധികം പേരും അവർ തന്ന വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ ആയിരിക്കാം നമ്മളെത്തിയത്. അപൂർവം പേരുണ്ടായിരിക്കാം അല്ലാത്തവർ. അപ്പം നമ്മൾ ചിന്തിക്കുക, നമുക്ക് ചെയ്യാവുന്ന കടമകൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുക. അവരധികമൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നേ. അവർക്ക് ഒന്ന് വിളിക്കുക, ഒന്ന് കാണുക, അതൊക്കെയാണ്. തെക്കോട്ട് നോക്കിയിരിക്കുന്ന എത്രയോ അമ്മമാരും അച്ഛന്മാരും ഉണ്ടെന്നറിയാവോ? കാരണം വഴിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും, എപ്പോഴാണ് മക്കൾ വരും, മകൾ വരും എന്നൊക്കെ. ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വാചകമുണ്ട്, ഓ 5:30 എന്നും അവൻ വരുന്ന സമയമായിരുന്നു, അല്ലെങ്കിൽ അവൾ വരുന്ന സമയമായി, ഞാൻ എപ്പോഴും ആ സമയത്ത് ക്ലോക്കയിലേക്ക് നോക്കിയിരിക്കും എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുണ്ട് കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.